ഇപ്പോൾ ഈ പുതിയ അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ ബൈജു ഈ പുതിയ അസ്ഥികൂടങ്ങൾ പുതിയ മേഖലകളിലേക്ക് തിരച്ചിൽ മാർക്ക് ചെയ്ത മേഖലകൾ കടന്ന് അപ്പുറത്തേക്ക് പോകാനുള്ള ഇൻഫർമേഷൻസ് വളരെ കൃത്യമായി SIT കിട്ടുന്നു. അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇത് കുറച്ചുകൂടി ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിക്കണമെന്ന ആവശ്യം ആക്ഷൻ കൗൺസിൽ ഉന്നയിക്കുന്നുണ്ട്. അതിലേക്ക് കൂടി കാര്യങ്ങൾ കടക്കേണ്ടി വരും അല്ലേ? തീർച്ചയായും അത് നേരത്തെ തന്നെ ആക്ഷൻ കമ്മിറ്റി പറഞ്ഞതാണ്, നമ്മളത് റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ രഞ്ജിത്ത്, നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ഈ കാര്യത്തിൽ SIT നടത്തുന്ന അന്വേഷണം അത് വളരെ വളരെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒരുപക്ഷെ ഈ സ്ഥലം നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ടാകാം. തെളിവ് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഒരുപക്ഷെ 1 മുതൽ 13 വരെയുള്ള പോയിന്റ് മാർക്ക് ചെയ്യുന്നു. 11ാം പോയിന്റിലെത്തുമ്പോൾ കൃത്യമായി ഈ സ്ഥലത്തേക്ക് പോകുന്നു. ഒരുപക്ഷെ നേരത്തെ തന്നെ SIT ഇത് മാർക്ക് ചെയ്തതാണോ, ഇത് പുറത്തുവിടാത്തതാണോ, അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. SITയുടെ അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം ഏത് രീതിയിലാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നതെന്ന് ഒരിക്കലും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിലാണ്. കാരണം ഒരു വിവരവും പങ്കുവെക്കുന്നില്ല എന്നത് വളരെ പ്രധാനം. കാരണം ഇതിൽ അത്തരം വിവരങ്ങൾ ഇത്തരത്തിൽ പോവുകയാണെങ്കിൽ അത് ആ SIT സംഘത്തിൽ തന്നെ ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ ഈ ആരോപണ വിധേയരായ ആളുകളുമായി ബന്ധമുള്ളവരുണ്ട് എന്നതിന് കഴിഞ്ഞ ദിവസം നമുക്കൊരു ഉദാഹരണം വന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഒരു പക്ഷേ ഈ വിവരം പുറത്തു പോകാം, അത് തെളിവുകൾ നശിപ്പിക്കാം, അങ്ങനെയൊക്കെ SIT കണക്ക് കൂട്ടിയിടാം. നേരത്തെ തന്നെ മനസ്സിലാക്കിയ സ്ഥലമാണോ ഇത്, അത് ഈ ശുചീകരണ തൊഴിലാളി തന്നെ ചൂണ്ടിക്കാട്ടിയ സ്ഥലമാണോ, അത്തരത്തിൽ എവിടെയാണ് ഈ വനത്തിൽ ഈ സ്ഥലമുള്ളത്? വളരെ ഉയരത്തിൽ 100 അടിയോളം ഉയരത്തിലാണ് ഈ സ്ഥലമുള്ളതെന്ന് പറയുന്നു. അവിടെ എത്താൻ തന്നെ വളരെ ബുദ്ധിമുട്ടി SITക്ക് എന്ന് പറയുന്നു. അവിടെ ഇത്തരത്തിൽ ഈ മൃതദേഹാവശങ്ങൾ കുഴിച്ചെടുക്കുന്ന സമയത്ത് പരിക്ക് പറ്റിയിട്ടുണ്ട്, ആളുകൾക്ക് തൊഴിലാളികൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെന്നുള്ള വിവരം ഉൾപ്പെടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് അപ്പോൾ ആ രീതിയിൽ കൃത്യമായി ഈ ഏത് കാലഘട്ടത്തിലെന്നും വളരെ പ്രധാനമാണ്. ഈ മൃതദേഹം ഇനി 2014 ശേഷം ഇത്തരം കൊലപാതകങ്ങളും ഇത്തരം സംഭവങ്ങളും നീചമായ പ്രവൃത്തികളും നടന്നിട്ടുണ്ടോ, അതിന്റെ ബാക്കിയാണോ ഈ മൃതദേഹാവശങ്ങൾ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. എന്തായാലും അതൊക്കെ ഈ SIT സംഘം ഇപ്പോൾ പുറത്തുവിടും എന്ന് നമുക്ക് കരുതാൻ വയ്യ. കാരണം അത് ഇതുവരെയുള്ള SITയുടെ അന്വേഷണം 2 കാര്യം പ്രധാനമായും പറയണം. ഒന്ന്, നമ്മൾ ആ പ്രദേശത്ത് ആദ്യം എത്തുമ്പോൾ പോലീസിന്റെ സാന്നിധ്യമേ ഉണ്ടായിരുന്നില്ല. ബെൽത്തങ്ങാടി, ധർമ്മസ്ഥല 2 പോലീസ് സ്റ്റേഷനുണ്ട്. സാധാരണക്കാർക്ക്, ജനങ്ങൾക്ക്, സാധാരണ ആളുകൾക്ക് ഒരു നീതിയും നൽകാത്ത പോലീസ് സ്റ്റേഷൻ അത് കൃത്യമായി ബോധ്യപ്പെട്ടതാണ് പല കാരണങ്ങളും കൊണ്ട്. അതോടൊപ്പം SIT വിലക്ക് വാങ്ങാൻ കഴിയാത്ത ഒന്ന് SIT ആയിരുന്നു. 2, ന്യൂസ് 8ന്റെ വാർത്തകൾ തടയാൻ ശ്രമമുണ്ടായിരുന്നു. നമുക്ക് നേരെ ഇത്തരത്തിൽ വക്കീൽ നോട്ടീസ് ഉണ്ടായിരുന്നു. പക്ഷേ സധൈര്യം ന്യൂസ് 8 മുന്നോട്ട് പോയി. കാരണം നട്ടെല്ല് വെളുക്കാത്ത ഒരുപാട് മാധ്യമപ്രവർത്തകരുള്ള ഒരു സ്ഥാപനമാണ് ന്യൂസ് 8. അത് അവർക്ക് തടയാൻ സാധിച്ചില്ല. പിന്നീട് എല്ലാ മാധ്യമങ്ങളും ഏറ്റെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ധർമ്മസ്ഥലയിൽ നിന്നും കണ്ടത്. ഇത് വലിയ തോതിൽ ചർച്ചയായി. ദേശീയ ചാനൽ, അന്തർദേശീയ ചാനൽ, BBC ഉൾപ്പെടെ ഇവിടെ എത്തി ഇത്തരത്തിൽ ഓരോ ഭാഷകളിലായി ഇത് ചിത്രീകരിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. എന്തായാലും അപ്പോഴൊന്നും ഏറ്റവും വലിയ തോതിലൊരു നിരാശയുണ്ടായത്, ഇരകൾക്ക് നിരാശയുണ്ടായത് 1 മുതൽ 11 വരെ പോയിന്റ് പരിശോധിച്ചപ്പോൾ പ്രത്യേകിച്ച് 8ാമത്തെ പോയിന്റിൽ നിരവധി മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്നാണ് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയത്. അവിടെ നിന്നും ഒരുപാട് മൃതദേഹാവശങ്ങൾ ലഭിക്കുമെന്നാണ് വിചാരിച്ചതെങ്കിലും ഈ തെരച്ചിലിൽ അത്രത്തോളം മൃതദേഹാവശങ്ങൾ ഒന്നും കിട്ടിയതായി വിവരമില്ല. അത് വലിയ നിരാശയുണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ ശുചീകരണ തൊഴിലാളിയെ സംശയത്തിന്റെ നിഴലിൽ വരെ ഈ ആരോപണ വിധേയർക്ക് കൊണ്ടെത്തിക്കാൻ സാധിച്ചിരുന്നു. പക്ഷെ അതിപ്പോൾ മാറിയിരിക്കുന്നു. ശുചീകരണ തൊഴിലാളിയുടെ മൊഴി അത് കൂടുതൽ ബലപ്പെടുന്നതായി മാറിയിരിക്കുന്നു. 6ാം ദിനത്തിലെ, പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നത് 6ാം ദിനം, വെറും 6 ദിവസത്തെ കൊണ്ടാണ് 40 വർഷം പഴക്കമുള്ള കേസുകളിൽ ഇത്തരത്തിൽ വലിയ തെളിവുകൾ കണ്ടെത്താൻ ഇപ്പോൾ ആയത്. ഇനി SITയെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് സങ്കീർണതകൾ ഏറെയുണ്ട്. ഇതെല്ലാം ഫോറൻസിക് പരിശോധന നടത്തണം. ഇതെല്ലാം ഏത് വർഷത്തിൽ കൊല്ലപ്പെട്ടതെന്ന് അറിയണം. കൃത്യമായി ഇത്തരം സംഭവങ്ങളെല്ലാം നമുക്ക് ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്താൻ സാധിക്കുമെങ്കിലും ഇതിലെല്ലാം കാലതാമസമുണ്ടാവും. വളരെ പെട്ടെന്ന് ഇത്തരത്തിലുള്ള പരിശോധനാ ഫലം ലഭ്യമാക്കാൻ കഴിയുമോ? ഏതായാലും അത്തരം കാര്യങ്ങൾ ഒരുപാടുണ്ട്. ഇനി ഈ സംഘത്തെ വിപുലീകരിക്കാനുള്ള ഒരു ആലോചനയുണ്ട്. ഒപ്പം ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം ധർമ്മസ്ഥലയിൽ എത്തിക്കാനും ഇപ്പോൾ SIT ആലോചിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് പ്രധാനപ്പെട്ട മറ്റൊരു നേരത്തെ നമ്മൾ ചൂണ്ടിക്കാട്ടിയ വിവരം ഇതാണ്. ഈ ഫോറൻസിക് പരിശോധനയുടെ പ്രാഥമിക വിവരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ന്യൂസ് 8ന്. അതിൽ 33-35 വയസ്സിനും ഇടയിൽ പ്രായമുള്ള പുരുഷന്റെ മൃതദേഹം അവശിഷ്ടമാണ്, പൂർണ്ണ അസ്ഥികൂടമാണ് ഇപ്പോൾ ലഭിച്ചതെന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും അതിൽ ഇനി കൂടുതൽ അറിയേണ്ടത് ഏത് വർഷം കൊല്ലപ്പെട്ടതായിരിക്കും, ഏത് രീതിയിലായിരിക്കും കൊല്ലപ്പെട്ടത്, അത്തരം കാര്യങ്ങൾ കൂടുതൽ ഫോറൻസിക് പരിശോധനയിൽ മാത്രമേ ലഭ്യമാവുള്ളൂ. അത് താമസമുണ്ടാകാം. എന്നാൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന മൃതദേഹാവശിഷ്ടങ്ങളും വിദഗ്ധ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അത്തരം നടപടികളിലേക്ക് കടക്കും. പക്ഷേ ഇപ്പോഴും അവിടെ ഈ പരിശോധന പൂർത്തിയായിട്ടില്ല. അത് ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്.
ഇത്തരത്തിൽ കുഴിച്ച് അവിടെ നിന്നും കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ എടുക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് എത്ര മൃതദേഹാവശിഷ്ടങ്ങൾ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് ഈ വനത്തിനകത്ത് നിന്ന് അത് അറിയേണ്ടിയിരിക്കുന്നു. ഒന്നിലധികം ഉണ്ടെന്നാണ് നമുക്ക് SIT ഉദ്യോഗസ്ഥരുടെ നിന്നും നമുക്ക് ലഭിച്ച വിവരം. അത് എത്രയുണ്ട് എന്ന് അറിയേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ എന്തായാലും പുറത്തു വരുമോ എന്നറിയണം. ഔദ്യോഗികമായി തന്നെ SIT വിവരം അറിയുമോ? ഒരു പക്ഷേ നാളെയാണ് 13ാമത്തെ പോയിന്റിലെ പരിശോധന പൂർത്തിയാക്കേണ്ടിരുന്നത്. ഇന്ന് 11ഉം 12ഉം പരിശോധന നടന്നിട്ടില്ല. മറ്റൊരു സ്പോട്ട്, ഇങ്ങനെ എത്ര സർപ്രൈസ് സ്പോട്ടുകൾ ഉണ്ട് എന്നതും വളരെ പ്രധാനമാണ്. ഒരു പക്ഷേ SIT ഇത് സർപ്രൈസായി തന്നെ നേരത്തെ പോയിന്റുകൾ മാർക്ക് ചെയ്തുള്ള പരിശോധന ബൈജു, ഈ പോയിന്റുകൾ 15 പോയിന്റുകൾ മാർക്ക് ചെയ്തുള്ള പരിശോധന ആ സമയത്തും SIT മുൻകൂർ തന്നെ കണ്ടിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം കൂടുതൽ മൊഴികൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ലഭ്യമായിട്ടുണ്ടാകാം. അതൊക്കെ അവരുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായി പുറത്തുവിടുക എന്നുള്ളത് ഭൂഷണമല്ല, നമുക്കറിയാം, അന്വേഷണത്തെ ബാധിക്കുന്ന വിഷയമാണ്. അപ്പോൾ അങ്ങനെയുള്ള നിരവധി സ്പോട്ടുകൾ SIT കണ്ടെത്തിയിട്ടുണ്ട് ഈ പോയിന്റുകൾക്കപ്പുറത്ത്. അതും ഇനിയുള്ള ദിവസങ്ങളിൽ അത്തരം അന്വേഷണങ്ങൾ കൂടി മുന്നോട്ട് പോകും. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞാൽ ആരോപണ വിധേയനായ വ്യക്തിയുടെ സ്ഥലത്താണ് ഇപ്പോൾ പരിശോധന. അവിടെ നിന്ന് കൂടുതൽ മൃതദേഹങ്ങൾ ലഭ്യമാകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിലാകും ഇനിയുള്ള മുന്നോട്ട് പോക്ക്. രജിത്ത്, ആരോപണ വിധേയനായ വ്യക്തിയുടെ സ്ഥലത്ത് പരിശോധന നടന്നിട്ടില്ല. അത് 14ഉം 15 സ്പോട്ടാണ്. 14 മാർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങിയതാണ്. പക്ഷേ അന്ന് അതിൽ നിന്ന് SIT പിന്തിരിയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പിന്നീട് അത് കോടതി ഉത്തരവോട് കൂടി മാത്രം മതി എന്ന ഒരു തീരുമാനത്തിലെത്തുകയും 14ഉം 15ഉം ഇനി പരിശോധിക്കാൻ ബാക്കിയുള്ളതാണ്. 1 മുതൽ 15 വരെയാണ് പരിശോധിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. 13 പോയിന്റിൽ മാർക്ക് ചെയ്തിരിക്കുന്നു. അതിനും അപ്പുറമാണ് ഇപ്പോൾ സർപ്രൈസ് സ്പോട്ട് എന്ന് പറയുന്നത് വനത്തിനകത്താണ്. അതായത് 11ാമത്തെ സ്പോട്ടിൽ നിന്നും ഇന്ന് രാവിലെ 11:30 ഈ സംഘം എത്തിയത് 11ാം സ്പോട്ടിലാണ്. നമ്മളെല്ലാം കരുതിയത് 11ാം സ്പോട്ടിൽ പരിശോധന നടത്തും. സാധാരണ ക്രമ നമ്പർ അനുസരിച്ചാണ് 1 മുതൽ 10 വരെ ഈ തരത്തിൽ പരിശോധന നടത്തിയത്. അപ്പോൾ 11ാമത്തെ സ്പോട്ടിലേക്ക് കൃത്യമായി JCB വരുന്നു, ആളുകൾ വരുന്നു. അത് കഴിഞ്ഞ് 11:30 ശുചീകരണ തൊഴിലാളിയും കൂട്ടി SIT സംഘം എത്തുന്നു. പക്ഷേ അവിടെ പരിശോധന നടത്തുന്നതിന് പകരം ആ വഴിയിലൂടെ തന്നെ മുകളിലോട്ട് കയറി വനത്തിനകത്തേക്ക് പോവുകയാണ് ഉണ്ടായത്. പിന്നീട് എന്താണ് ഈ വനത്തിനകത്ത് സംഭവിച്ചതെന്നത് ആർക്കും വ്യക്തമല്ല. ഏതെങ്കിലും തരത്തിൽ വിവരങ്ങൾ പുറത്തു വന്നില്ല. 4 മണിയോടുകൂടിയാണ് ന്യൂസ് 18 ആ ബിഗ് ബ്രേക്കിംഗ് കൊടുക്കുന്നത്. ഇത്തരത്തിൽ ഒരുപാട് മൃതദേഹാവശിഷ്ടങ്ങൾ തലയോട്ടി ഉൾപ്പെടെ വനത്തിനകത്ത് ഈ പരിശോധനയിൽ കണ്ടെത്തിയെന്ന വിവരം. നേരത്തെ തന്നെ നമുക്ക് സ്ഥിരീകരിക്കാത്ത ചില വിവരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് കുറച്ചുകൂടി ആധികാരികമായ വിവരങ്ങൾ അറിയാൻ നമ്മൾ കാത്തിരുന്നതായിരുന്നു. അങ്ങനെ ആധികാരികമായ വിശ്വസനീയമായ കേന്ദ്രത്തിൽ നിന്നും ഈ വിവരം ലഭിച്ചതോടുകൂടിയാണ് നമ്മൾ ആ വാർത്ത ബ്രേക്ക് ചെയ്യുന്നത്. ഇത് വനത്തിനകത്താണ്. ആരോപണ വിധേയനായ വ്യക്തിയുടെ സ്ഥലത്ത് പരിശോധന നടന്നിട്ടില്ല. അതിന് നടക്കാനുണ്ടത്രേ. അവിടെ ഒരുപാട് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടെന്നാണ് ഈ ശുചീകരണ തൊഴിലാളി തന്നെ മൊഴി നൽകിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വ്യാപ്തി ഇനി അങ്ങോട്ട് വർദ്ധിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. 2014 വരെയുള്ളതാണ് ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയതെങ്കിൽ അതിനുശേഷം എത്ര കൊലപാതകങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് അതെല്ലാം പുറത്തു വരേണ്ടിയിരിക്കുന്നു. രഞ്ജിത്ത്, തീർച്ചയായും അതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏറെ നിർണായകവും സങ്കീർണവുമാണ്. അതായത് ഈ അന്വേഷണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും പ്രത്യേക സംഘം സംശയിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓരോന്നോരോന്നായി പുറത്തു വരുന്നു. പ്രധാന പോയിന്റുകൾ ഉപയോഗിച്ച് മാർക്ക് ചെയ്ത് നടത്തിയ പരിശോധന, അതിനുശേഷം ആ പോയിന്റുകൾ മറികടന്നുള്ള പോയിന്റുകൾക്കപ്പുറത്തുള്ള പരിശോധന, അതിലൊക്കെ വളരെ കൃത്യമായി തന്നെ മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ ലഭിക്കുന്നു എന്ന് കണ്ടാൽ അത് ആ തരത്തിൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് അന്വേഷണം, ഒരുപക്ഷെ നേരത്തെ തന്നെ SIT ഇതിൻ്റെ വിവരങ്ങൾ ലഭ്യമായി കാണും. കൂടുതൽ സാക്ഷി മൊഴികൾ ലഭ്യമായിട്ടുണ്ടാകും. അത് പലതും അവർ പുറത്തുവിടുന്നില്ല. അന്വേഷണത്തിൻ്റെ ഭാഗമായി അതിൻ്റെ ഒരു സ്വകാര്യത, അതിൻ്റെ ഒരു രഹസ്യ സ്വഭാവം സൂക്ഷിക്കേണ്ട ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതനുസരിച്ച് SIT സംഘം നീങ്ങുന്ന സാഹചര്യമുണ്ട്. അപ്പോഴാണ് ഇപ്പോൾ കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ, സ്കെലറ്റൻസ്, ഒപ്പം സ്കള്ള് ഒക്കെ ലഭിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് നമുക്ക് അങ്ങോട്ടേക്ക് കടക്കാനുള്ള പശ്ചാത്തലമില്ല തൽക്കാലം. കാരണം കോടതിയുടെ ഒക്കെ നിരീക്ഷണത്തിലുള്ള ഒരു അന്വേഷണമാണ്. മറ്റൊന്ന് രഹസ്യാത്മത അതുപോലെ കാത്തു സൂക്ഷിക്കണമെന്നുള്ള നിർദ്ദേശമുണ്ട്. അത്തരത്തിൽ മാധ്യമങ്ങൾ കൂടുതൽ വിവരങ്ങൾ കൈമാറാൻ പ്രത്യേക സംഘത്തിന് നിയന്ത്രണങ്ങളുണ്ട്. പക്ഷേ അപ്പോഴും ബൈജുവിനെ പോലെയുള്ള മികച്ച മാധ്യമപ്രവർത്തകർ അവിടെയുണ്ട്. അവർക്ക് ലഭ്യമാകുന്ന വിവരങ്ങളാണ് പ്രേക്ഷകർക്കായി പങ്കുവെക്കുന്നത്. ഈ സ്ഥലത്തിൻ്റെ ഭൂമിശാസ്ത്രമൊക്കെ അറിയാവുന്ന ആളുകൾ തന്നെയാണ് ബൈജുവിനെ പോലെയൊക്കെ ഉള്ളവർ അവിടെ ഉള്ളവർ. അവർ കൃത്യമായി തന്നെ ഓരോ വിവരങ്ങളും ലഭ്യമാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. വല്ലാത്ത ദുരൂഹമായ ഒരു ദുരൂഹസ്ഥല എന്ന് തന്നെ പറയുന്ന ഒരു പ്രദേശത്താണ് ഇപ്പോൾ തെരച്ചിൽ പുരോഗമിക്കുന്നത്. ഇതിപ്പോൾ ലഞ്ച് ബ്രേക്ക് പോലും ഇല്ലാതെയുള്ള തെരച്ചിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത്തരത്തിൽ വളരെ വേഗം തെളിവുകളുടെ മുകളിൽ തെളിവുകൾ എന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പ്രത്യേക സംഘം എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. ഇപ്പോൾ 33 വയസ്സുള്ള ഒരാളുടെ അസ്ഥികൂടമാണ് ആദ്യം കണ്ടെത്തിയത് എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്ന പശ്ചാത്തലമുണ്ട്.